BJP വിരുദ്ധത കുത്തിനിറച്ച മലയാള ദിനപത്രങ്ങളും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും ഒരു പരിധിയിലധികം വായിക്കുകയും കാണുകയും ചെയ്യുന്നവർക്ക് അരവിന്ദ് കേജ്രിവാൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയേക്കുമെന്ന് വരെ തോന്നുന്നത് അത് സ്വാഭാവികമാണ്. അഴിമതി കേസിൽ പ്രതിയായി ആഴ്ചകളായി തിഹാർ ജയിലിൽ കഴിയവേ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങിയ കേജ്രിവാളിനെ ചുമലിലേറ്റി നടക്കുന്ന ചില മലയാള മാധ്യമങ്ങളെ കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സഹതാപമാണ് തോന്നുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരാളിയായ അരവിന്ദ് കേജ്രിവാളിനെ അവർ പ്രതിഷ്ഠിക്കുകയാണ്. ആം ആദ്മി പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തുമെന്നും കേജ്രിവാൾ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുമുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് നിരാശരാകുന്നത്. 2019 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിച്ചവരാണ് ഈ മാധ്യമങ്ങളെന്ന് ഓർക്കണം. നെഹ്റു കുടുംബത്തിൻ്റെ സ്വന്തം മണ്ഡലമായ അമേഠിയും തോറ്റ് ന്യൂനപക്ഷ വോട്ട് ബാങ്കിൻ്റെ സുരക്ഷിത കേന്ദ്രമായ വയനാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടെത്തിയ രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഡൽഹിയിലും പഞ്ചാബിലും മാത്രം വോട്ടുകളുള്ള ആപ്പിൻ്റെ നേതാവിന് വേണ്ടി ആർത്തു വിളിക്കുന്ന പല മലയാള മാധ്യമ പ്രവർത്തകരും വാളയാറിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്തവരാണ്. അണ്ണാ ഹസാരയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തെ പിൻപറ്റി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അരവിന്ദ് കേജ്രിവാൾ രാജ്യത്തെ രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് സിവിൽ സർവീസ് രാജിവെച്ചെത്തിയ ആളാണ്. 2013 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അത്ഭുത പ്രതിഭാസമായി ആം ആദ്മി പാർട്ടി മാറിയത് അഴിമതിക്കെതിരായ സന്ധിയില്ലാ നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ്. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം കോടികളുടെ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ നിന്നിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ട ഗതികേടിലാണ് അരവിന്ദ് കേജ്രിവാളും പാർട്ടിയും. രാജ്യ തലസ്ഥാനത്തെ ജനങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം താഴെത്തട്ടിൽ വിശദീകരിക്കാൻ ആപ്പ് നേതൃത്വം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. യാഥാർത്ഥ്യം ഇതെന്നിരിക്കെയാണ് മലയാള മാധ്യമങ്ങളുടെ കേജ്രിവാൾ പ്രേമം പരിഹാസ്യമാകുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. രാഷ്ട്രീയത്തിലെ അഴിമതി തുടച്ചു നീക്കി ശുദ്ധീകരിക്കാനായി പാർട്ടിയുടെ ചിഹ്നമായി ചൂൽ തെരഞ്ഞെടുത്ത ആപ്പിന് ജനപിന്തുണ ലഭിക്കുക സ്വാഭാവികമാണ്. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം അഴിമതി കേസുകളിൽ ആപ്പിൻ്റെ നിരവധി നേതാക്കൾക്ക് ജയിലുകളിൽ കഴിയേണ്ടി വന്നത് അവരുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളാണ് കേസിൽ ഏറ്റവും അവസാനം ജയിലിലേക്ക് പോയത്. 1.5 വർഷം മുമ്പ് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ കേസിൽ അറസ്റ്റിലായതാണ്. നിരവധി തവണ രാജ്യത്തെ വിവിധ കോടതികളെ സമീപിച്ചിട്ടും ജാമ്യം പോലും ലഭിച്ചില്ല. പാർട്ടിയിലെ മൂന്നാമനായി അറിയപ്പെട്ടിരുന്ന സഞ്ജയ് സിംഗ് എംപിയും മാസങ്ങളോളം ജയിലിൽ കിടന്നു. മദ്യനയ അഴിമതിയിലെ CBI കേസും അഴിമതി പണമായി ലഭിച്ച കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് കേസും ആപ്പ് നേതാക്കളെ മുഴുവൻ തിഹാറിലെത്തിച്ചു. ഗുജറാത്ത്, ഗോവ, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി പണമൊഴുക്കാൻ ആപ്പ് നടത്തിയ അഴിമതിയായിരുന്നു ഡൽഹിയിലെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയുള്ള നടപടികൾ. മദ്യം മൊത്ത വിതരണക്കാർക്ക് 12%, സ്വകാര്യ ചില്ലറ വിൽപ്പനശാലകൾക്ക് 184%, ഉയർന്ന ലാഭനിരക്ക് വ്യവസ്ഥ ചെയ്തുകൊണ്ട് നടപ്പാക്കിയ മദ്യനയ പരിഷ്കരണം വഴി 8000 കോടി രൂപയുടെ വരുമാനം ഡൽഹിക്കുണ്ടാകുമെന്നായിരുന്നു ആപ്പ് നേതൃത്വത്തിൻ്റെ അവകാശവാദം. എന്നാൽ വരുമാന വർധനവ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മദ്യക്കമ്പനികൾക്ക് അനുകൂലമായി നയം പരിഷ്കരിച്ചതിന് കോടിക്കണക്കിന് രൂപ ആപ്പ് നേതാക്കൾ വാങ്ങിയ വിവരങ്ങളും പുറത്തു വരികയായിരുന്നു. ഇതോടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ മദ്യനയ പരിഷ്കരണം റദ്ദാക്കുകയും CBI അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു.